നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ഉദ്ഘാടന മത്സരത്തിൽ RCB SRHനെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങിയിട്ട് കളിയും കൊണ്ട് ഓടിപ്പോയത് ദേവദത്ത് പടിക്കലാണ്. ഡൊമസ്റ്റിക്കിൽ അദ്ദേഹം മിന്നും ഫോമിലാണ്. അതിൻ്റെ തുടർച്ച IPLിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 26 പന്തുകളിൽ നിന്ന് 7 4ഉം 4 6ഉം അടക്കം 234.62 സ്ട്രൈക്ക് റേറ്റിൽ 61 റൺസ് അദ്ദേഹം അടിച്ചെടുത്താണ് കളി എളുപ്പത്തിൽ RCBയുടെ വരുതിയിലായത്. ഏതായാലും കളിക്ക് ശേഷം സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെ ദേവദത്ത് പടിക്കലിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കൃത്യമായിട്ട് വിരാട് കോഹ്ലി കാര്യങ്ങൾ നിരീക്ഷിച്ച് പറയുന്നുണ്ട്. അവനാണ് കളി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുപോയത് ഏത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ESPN ക്രിക്കിൻഫോ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് നോക്കായിരുന്നു. ദേവദത്ത് പടിക്കലിനെ കുറിച്ച് പറയുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ് നോക്ക്, അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള വാക്ക്. തുടക്കം മുതൽ അത്തരത്തിലാണ് അവൻ കളിച്ചത്. എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പവർ പ്ലേയിൽ അഗ്രസീവായിട്ട് കളിക്കാൻ. പക്ഷേ അവൻ ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു അവന് സ്ട്രൈക്ക് കൈമാറുക, പിന്നെ അവിടെ ഇവിടെ കുറച്ച് ബൗണ്ടറികൾ അടിക്കുക, അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്ന് ഞാൻ അവൻ്റെ കളി കണ്ടപ്പോഴാണ് തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഹി കംപ്ലീറ്റ്ലി ടുക്ക് ദി ഗെയിം അവേ ഫ്രം ദി ഓപ്പോസിഷൻ. എതിരാളികളിൽ നിന്ന് പൂർണ്ണമായിട്ടും കളി നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നത് അവനാണ്. ഞാൻ അവനോട് ആ സമയത്ത് പറഞ്ഞു, അവൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഒരു സ്ലോവർ ബോൾ മിഡ് ഓണിലൂടെ 6ലേക്ക് അടിച്ച സമയത്ത്. ആ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, ജസ്റ്റ് കീപ് ഗോയിങ് ഓൺ, നീ ഈ കളി ഇതേപോലെ തന്നെ തുടരുക. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്, നീ നല്ല രൂപത്തിൽ ബോൾ അമേസിംഗ്ലി നീ ഹിറ്റ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് കീപ് പുഷിങ്, അത് ചെയ്താൽ മതി, എതിരാളികളിൽ നിന്ന് കളി നമുക്ക് അനുകൂലമായിട്ട് പിടിച്ചെടുക്കാം. ഞാൻ അവനോട് ആ സമയത്ത് അത് പറഞ്ഞു. അവൻ്റെ ഹെഡ് പൊസിഷൻസ്, അവൻ്റെ ബാലൻസ് ആബ്സല്യൂട്ട്ലി വേൾഡ് ക്ലാസ് ആയിരുന്നു എന്നുകൂടി വിരാട് കോഹ്ലി അവനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സാക്ഷാൽ വിരാട് കോഹ്ലിയിൽ നിന്നാണ് ഈ വാക്കുകൾ ലഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. വിരാടും മനോഹരമായിട്ടാണ് കളിച്ചത്. പിന്നെ ചേസ് മാസ്റ്ററാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ഒരിക്കലും അത്ഭുതം തോന്നാറില്ല. അദ്ദേഹത്തിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അദ്ദേഹം കീപ്പ് ചെയ്തു. 38 പന്തിൽ 5 4ഉം 5 6ഉം അടക്കം 69 റൺസ് അടിച്ച് കളി ജയിപ്പിച്ച് അദ്ദേഹം കളിക്കളം വിടുകയായിരുന്നു. ഏതായാലും ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ടാണ് RCBക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഹീറോ ആയിരിക്കുന്നു തീർച്ചയായിട്ടും ദേവദത്ത് പടിക്കൽ. പക്ഷേ പ്ലെയർ ഓഫ് ദി മാച്ച് ജേക്കബ് ഡഫിയാണ്. ഡഫിയുടെ മികച്ച പ്രകടനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മാച്ചാണ്, IPL ഡെബ്യൂ മാച്ചാണ്. അതിൽ കിടിലൻ ബൗളിംഗ് നടത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.